Hi everyone, this is Rensi from Groww Malayalam channel. ഇന്ന് നമ്മൾ ആനുവൽ പ്രോഫിറ്റ് 25% കൂടുതലുള്ള 5 സ്റ്റോക്കുകളെ പറ്റിയാണ് കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ടോപ്പ് ലൈനിലാണ് കാണുന്നതാണ് സെയിൽസ് എന്നുള്ളത്. പിന്നെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്തതിന് ശേഷം ബോട്ടം ലൈനിലുള്ളതാണ് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റവന്യൂ ഇൻറ്റു 100. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ എല്ലാ സെയിൽസിൻ്റെയും മുകളിൽ നമ്മുടെ കമ്പനി എത്ര പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഇതാണ് നെറ്റ് പ്രോഫിറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 25% ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി എല്ലാ 100 രൂപ സെയിൽസിൻ്റെ മുകളിലും 25 രൂപ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇനി ഇവിടെ നെറ്റ് പ്രോഫിറ്റ് കൂടുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സ്റ്റോക്സ് അല്ലെങ്കിൽ കമ്പനീസിൻ്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്. അടുത്ത റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, അത് ROC മോർ ദാൻ 10% ആണ്. അതുപോലെ ലാസ്റ്റ് ഇയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, അതായത് 2022 സാമ്പത്തിക വർഷത്തിലെ മാർജിൻ മോർ ദാൻ 25% ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ സ്റ്റോക്സ് നമ്മൾ അസെൻഡിങ് ഓർഡറിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ലിസ്റ്റിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞ കമ്പനി ആയിരിക്കും നമ്മൾ ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കൂടിയതായിരിക്കും നമ്മൾ ലാസ്റ്റ് കവർ ചെയ്യുന്നത്. സോ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഗ്രോ മലയാളം എന്ന നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ഡെയിലി ക്വാളിറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതൊന്നും നിങ്ങൾ മിസ്സാക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ FB അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന കമ്പനിയാണ് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ്, CAMS ആണ്. അപ്പോൾ CAMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നോളജി ഡ്രിവൻ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡർ ആണ് ടു മ്യൂച്വൽ ഫണ്ട്സ്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്, പിന്നെ ഇൻഷുറൻസ് കമ്പനീസ്, അങ്ങനെ പലതും. അപ്പോൾ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഏറ്റവും വലിയ രജിസ്ട്രാർ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഏജന്റ് ആണ് നമ്മുടെ കമ്പനി. അപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയ 10 മ്യൂച്വൽ ഫണ്ട് ക്ലയൻറ്റുകളായിട്ട് ആവറേജ് ഒരു 19 വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഇവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ AUM സ്പേസിൽ, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് സ്പേസിൽ ഒരു കമാൻഡിങ് പവർ നമ്മുടെ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു റീസൺ കൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് 15 അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിൽ 10 അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിൽ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് SBI, ICICI, HDFC ഒക്കെ. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ 69% മാർക്കറ്റ് ഷെയറോടെ 27.1 ലക്ഷം കോടി അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇവരുടെ റിസ്ക് അല്ലെങ്കിൽ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇവർ കൂടുതലും ഇവരുടെ ഓപ്പറേഷൻസ് ഒക്കെ ഡിജിറ്റലാണ്. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ ഇൻഫോർമേഷൻ ത്രൂ ആണ് ഇവർ വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈബർ സെക്യൂരിറ്റി ബ്രീച്ചസിന് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡാറ്റ പ്രൈവസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പം എന്തെങ്കിലും ഒരു അശ്രദ്ധ ഉണ്ടായാൽ അത് റെപ്യൂട്ടേഷൻ ഡാമേജിന് വരെ കാരണമാകും. ഇനി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 32.44% ആണ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 2,453.4 rupees ആണ്. PE വരുന്നത് 44.15 ആണ്. ഡെറ്റ് ഇക്വിറ്റി വരുന്നത് 0.11. 5 year സെയിൽസ് CAGR 13.25. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 54.31. 1 year റിട്ടേൺസ് -19.09. 5 year റിട്ടേൺസ് നില്ലാണ്. ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 years കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് 200 DMA ആണ്, ദാറ്റ് ഇസ് 200 ഡേ മൂവിങ് ആവറേജ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ വരുന്നത് RSI 14 ആണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ ബെറിഷ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി 200 DMA ഇവിടെ വരുന്നത് 2,418.17 ആണ്. ഇനി നമ്മൾ RSI 40 ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡൗൺ ട്രെൻഡ് അപ്പ് ട്രെൻഡിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ RSI വാല്യൂ എബോവ് 70 ജനറലി ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെൻഡ് റിവേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ RSI 40 വരുന്നത് 40.3 ആണ്. ഇനി നമ്മുടെ സെക്കൻഡ് കമ്പനി ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്. അപ്പോൾ ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത് ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്.
അപ്പം ഇവർ ഇന്നോവേറ്റീവ്, സസ്റ്റൈനബിൾ, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് കാറ്റലറ്റിക് മാനുഫാക്ചറിങ് പ്രോസസ്സുകളിലൂടെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം നമ്മളിപ്പോൾ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ചില കെമിക്കൽ ഡെവലപ്ഡ് ഇൻ ഹൗസിൻ്റെയൊക്കെ ലാർജസ്റ്റ് മാനുഫാക്ചറേഴ്സ് ആണ് ഇവർ. അപ്പം ഇവർ പെർഫോമൻസ് കെമിക്കൽസ്, ഫാർമ ആൻഡ് അഗ്രോ കെമിക്കൽസ്, അതുപോലെ തന്നെ FMCG കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ സയൻസിൻ്റെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഒക്കെ ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പം ഇവിടെ ഇൻറ്റഗ്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇൻ്റർമീഡിയറീസ് പല പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കമ്പനിക്ക് ഒരുപാട് കോസ്റ്റ് ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. ഇപ്പം ക്ലീൻ സയൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീനോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആനിസോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടാണ് MEHQ അതുപോലെ തന്നെ ഗൈക്കോളൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു MEHQ യൂസ് ചെയ്തിട്ടാണ് BHA മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരൊരു കെമിക്കൽ മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഇവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ലോകത്തെ പണപ്പെരുപ്പത്തെ പറ്റിയിട്ടൊക്കെ. സോ മാനേജ്മെൻറ്റ് ഈ ഒരു പ്രൈസ് ഹൈക്ക് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടൈം ലാഗ് എടുത്തിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ പ്രൈസ് ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ കമ്പനി അത് വൾണറബിൾ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി കമ്പനി ഡെലിവർ ചെയ്തേക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വന്ന് 33.38% ആണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1601.95 റുപ്പീസാണ്. പി വരുന്നത് 65.67. ഡെറ്റ് ടു ഇക്വിറ്റി 0 ആണ്, അതായത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. 5 years സെയിൽസ് CAGR വരുന്നത് 29.16 ആണ്. ROI റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 34.93 ആണ്. 1 year റിട്ടേൺസ് -22.62 ആണ്. 5 year റിട്ടേൺസ് നില്ലാണ്, ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 years കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 200 DMA വന്നിരിക്കുന്നത് 1776.24 ആണ്. RSI 40. ഇനി നമ്മുടെ തേർഡ് കമ്പനി IRCTC ആണ്. അപ്പം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ IRCTC ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് 27 September 1999 ആണ്. അപ്പം ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു എക്സ്റ്റെൻഡഡ് ആം ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ബഡ്ജറ്റ് ഹോട്ടൽസ്, സ്പെഷ്യൽ ടൂർ പാക്കേജുകൾ, ഗ്ലോബൽ റിസർവേഷൻ, ഇൻഫോർമേഷൻ, കൊമേഴ്ഷ്യൽ പബ്ലിസിറ്റിയിലൂടെ സ്റ്റേഷനുകൾ, ട്രെയിന്, പിന്നെ ബാക്കിയുള്ള ലൊക്കേഷനിലൊക്കെ കാറ്ററിംഗ് അതുപോലെ ഹോസ്പിറ്റാലിറ്റി സർവീസൊക്കെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാറ്ററിംഗ് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സർവീസസിലൊക്കെ പ്രൊഫഷണലൈസ് ചെയ്യാനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ മോണോപ്പൊളി സ്റ്റാറ്റസിലാണ്. അതിപ്പോൾ എല്ലായിടത്തും ഈ ടിക്കറ്റിംഗ്, കാറ്ററിംഗ് സർവീസ്, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിലൊക്കെ. പിന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് വേറെ ഒരു കോമ്പറ്റേറ്റേഴ്സിനും ഈ ഒരു ഫീൽഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയൊരു സ്കെയിലിൽ അവർക്ക് ഓപ്പറേഷൻ നടത്താനും വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഇവരുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരുവാണ് ഗവൺമെൻറ്, അല്ലെങ്കിൽ പോളിസികളിൽ അല്ലെങ്കിൽ സബ്സിഡീസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അത് റവന്യൂവിലും മാർജിനിലൊക്കെ മോശമായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഈ ഒരു റിസ്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. ഇപ്പം ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഓർഡർ കൊണ്ടുവന്നാൽ അവർക്കത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ വേറൊരു ഓപ്ഷൻ അവരുടെ മുന്നിലില്ല. ഇനി IRCTC ഡെലിവർ ചെയ്ത നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 35.48% ആണ്. ഇനിയിപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 758.5 റുപ്പീസാണ്. PE വരുന്നത് 73.16. ഡെറ്റ് ടു ഇക്വിറ്റി 0.06. 5 years സെയിൽസ് CAGR 4.34. ROI റിട്ടേൺ ഓൺ ഇക്വിറ്റി 39.93. 1 year റിട്ടേൺസ് -7.75. 5 year റിട്ടേൺസ് നില്ലാണ്, ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 years കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 200 DMA വരുന്നത് 694.99. RSI 69. ഇനി നമ്മുടെ ഫോർത്ത് കമ്പനി ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈസ്മൈ ട്രിപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പോൾ ഈസ്മൈ ട്രിപ്പ് ഇപ്പോൾ ട്രാവൽ റിലേറ്റഡ് പ്രോഡക്ട്സ് അതുപോലത്തെ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊരു ബുക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്, അതായത് ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ, ബസ്, ക്യാബ്, ഹോളിഡേ ഒക്കെ. പിന്നെ അവർ ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്, ഗിഫ്റ്റ് കാർഡ്സ് ഒക്കെ. ഇനി ഇവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ നമ്മുടെ രാജ്യത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഓൺലൈൻ ട്രാവൽ ഏജൻസിയാണ്. അപ്പോൾ ഇവർക്ക് 11 മില്യൺ കസ്റ്റമേഴ്സും 45,000-ലധികം ട്രാവൽ ഏജൻസും 2 മില്യൺ ഹോട്ടൽ പാർട്ട്നേഴ്സും അതുപോലെ തന്നെ 400-ലധികം ഇൻ്റർനാഷണൽ അതുപോലെ ഡൊമസ്റ്റിക് എയർലൈൻ ആക്സസുമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പം ഇവർക്ക് ഈ ഒരു സർവീസുകൾ കൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഓൺലൈൻ ട്രാവൽ ഏജൻസി സ്പേസ് അതുപോലെ ട്രാവൽ സ്പേസിൽ അവർ വെൽ പ്ലേസ്ഡ് ആണ്.
ഇനി നമുക്ക് ഇവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രികളൊക്കെ സീസണൽ ഫ്ലക്ച്വേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ വർഷവും ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടറിൽ ഇവർ ഹോട്ടലുകൾക്കൊക്കെ ഹൈ റവന്യൂ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് സമ്മർ ആൻഡ് വിന്റർ ഹോളിഡേ സീസൺസ് ആണ്. പിന്നെ ഈസ് മൈ ട്രിപ്പ് എയർലൈൻ ടിക്കറ്റിംഗ് ബിസിനസ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ അവർക്ക് നല്ലൊരു എമൗണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിയുടെ റവന്യൂ അതുപോലെ തന്നെ മാർജിൻസിലൊക്കെ അഡ്വേഴ്സ് ഇമ്പാക്റ്റും ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇനി കമ്പനി ഡെലിവറി ചെയ്തേക്കുന്ന നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വന്ന് 46.04% ആണ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. കമ്പനിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വന്ന് 375.15 റുപ്പീസ് ആണ്. പി വരുന്നത് 65.13, ഡെറ്റ് ടു ഇക്വിറ്റി 0.17, 5 ഇയർ സെയിൽസ് CAGR 17.75, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 52.92, 1 ഇയർ റിട്ടേൺസ് 35.12, 5 ഇയർ റിട്ടേൺസ് നില്ലാണ് ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 200 DMA വരുന്നത് 361.66 ആണ്. അതുപോലെ തന്നെ RSI 40.2. ഇനി നമ്മുടെ ഫിഫ്ത്ത് കമ്പനി വരുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് IEX ആണ്. അപ്പോൾ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ലൈസൻസ് ചെയ്ത പവർ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ സ്പോട്ട് ട്രേഡിംഗ്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ട്രേഡിങ്. അപ്പം ഇലക്ട്രിസിറ്റിയുടെ ഫിസിക്കൽ ഡെലിവറി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി യൂണിറ്റുകളിൽ ട്രേഡ് നടത്തുന്നതിനുള്ള ഒരു ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ മെയിൻ ആക്ടിവിറ്റി. ഇനി IEX ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യാൻ അവരുടെ മെമ്പേഴ്സിന് ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സെഗ്മെന്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ വരുന്നതാണ് ഡേ അഹെഡ് മാർക്കറ്റ്, ടേം അഹെഡ് മാർക്കറ്റ്, റിയൽ ടൈം മാർക്കറ്റ്, റിന്യൂവബിൾ എനർജി മാർക്കറ്റ്, എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനർജി എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഒരു ഡോമിനൻറ്റ് പ്ലെയർ ആണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്നുള്ളത്. അപ്പോൾ ഇവർ ഡേ അഹെഡ് മാർക്കറ്റ് അതുപോലെ തന്നെ റിയൽ ടൈം മാർക്കറ്റിൽ ഇവർക്ക് 99.8% മാർക്കറ്റ് ഷെയർ ആണ് ഉള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡലിൻ്റെ മെയിൻ ഒരു റിസ്ക് അല്ലെങ്കിൽ ത്രെട്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. സോ ഓരോ സ്റ്റേറ്റിലും ഓരോ ഗവൺമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് IEXന്റെ പ്രൈസ് ഡിക്ലൈൻ ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 21 മാസം കൊണ്ട്, അതായത് ഏപ്രിൽ 2020 തൊട്ട് ഡിസംബർ 2022 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് 5 ഇരട്ടിയാണ് കയറിയത്. അപ്പം ഡിസംബർ 2021 ഓൾ ടൈം ഹൈ ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ താഴെ നിന്നുകൊണ്ടാണ് സ്റ്റോക്ക് 50% കൂടുതൽ കറക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 റീസൺസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് മോഡലിൻ്റെ ഒരു മോണോപ്പൊളി സ്റ്റാറ്റസ്, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഒക്കെ കാരണം എല്ലാവരും സ്റ്റോക്സ് വാങ്ങാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല്യൂഷൻ മൾട്ടിപ്പിൾ ടൈംസ് കൂടി. ഇനി സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ലെവലായ 300. അപ്പോൾ സ്റ്റോക്ക് അവരുടെ ട്രെയിലിംഗ് ഏർണിങ്സിൻ്റെ 100 ടൈംസിൽ കൂടുതലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ പവർ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന യൂണിറ്റുകൾ വൻതോതിൽ വോളിയം വളർച്ച പ്രതീക്ഷിച്ചാണ് സ്റ്റോക്കുകളുടെ വില ഉയർന്നത്. എന്നാലും എനർജി പ്രൈസ് കൂടിയത് കാരണം എക്സ്ചേഞ്ചിൽ ഓഫർ ചെയ്ത പ്രൈസ് മെമ്പേഴ്സിന് കമ്പീറ്റ് ചെയ്യാൻ കഴിയാത്തതിലും അത്രയും കൂടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈ വോളിയം ഗ്രോത്തിന് പകരം IEXന് വോളിയത്തിൽ നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇനി അവർ ഡെലിവറി ചെയ്ത നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 69.03% ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. ഇനി കമ്പനിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 141.85 റുപ്പീസ് ആണ്. പി വരുന്നത് 42.57 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.02, 5 ഇയർ സെയിൽസ് CAGR 16.46, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 48.55, 1 ഇയർ റിട്ടേൺസ് 47.27, 5 ഇയർ റിട്ടേൺസ് 21.5, 200 DMA 172.82, RSI 47.6. സോ ഇതാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 25% കൂടുതലുള്ള 5 സ്റ്റോക്കുകൾ. സോ ഒരു കാര്യം നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്, അതായത് ഇന്നത്തെ വീഡിയോ ഒരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി നിങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.